യേശുവിൻ്റെ പീഡാനുഭവ രംഗങ്ങൾ. ആൻ കാതറിൻ എമറിച്ചിൻ്റെ ദർശനങ്ങൾ. അധ്യായം 9. സ്വകാര്യ നിർദ്ദേശങ്ങളും അഭിഷേകങ്ങളും. ഈശോ സ്ലീഹന്മാർക്ക് ചില സ്വകാര്യ നിർദ്ദേശങ്ങൾ നൽകി. തൻ്റെ സ്മരണയ്ക്കായി വിശുദ്ധ കുർബാന ലോകാവസാനം വരെ കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അത് ഉപയോഗിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ആവശ്യരൂപങ്ങൾ അവരെ പഠിപ്പിച്ചു. ഈ രഹസ്യം ക്രമേണ പഠിപ്പിച്ച് പ്രചരിപ്പിക്കേണ്ടത് എങ്ങനെയെന്നും അവർക്ക് വ്യക്തമാക്കി കൊടുത്തു. എടുത്തുവച്ചിരുന്ന കൂദാശ ചെയ്ത അപ്പവും വീഞ്ഞും ഭക്ഷിക്കേണ്ടത് എപ്പോഴെന്നും അതിൻ്റെ ഒരു ഭാഗം പരിശുദ്ധ കന്യകയ്ക്ക് നൽകേണ്ടത് എപ്പോഴെന്നും താൻ അയക്കുന്ന ആശ്വാസദായകനെ സ്വീകരിച്ച ശേഷം അവർ തന്നെ എങ്ങനെ കൂദാശകർമ്മം നിർവഹിക്കണമെന്നും അവിടുന്ന് അവരോട് പറഞ്ഞു. പൗരോഹിത്യം, തൈലാഭിഷേകം ഇവയെപ്പറ്റിയും വിശുദ്ധ തൈലവും എണ്ണകളും തയ്യാറാക്കുന്നതിനെ പറ്റിയും അവിടുന്ന് സംസാരിച്ചു. അവിടെ 3 പെട്ടികളുണ്ടായിരുന്നു. അവയിൽ 2 എണ്ണയും പരിമള തൈലവും ചേർന്ന ഒരു മിശ്രിതം ഉണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നും ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് പൂശേണ്ടതെന്നും ഏതെല്ലാം അവസരങ്ങളിലാണ് അങ്ങനെ ചെയ്യേണ്ടതെന്നും അവിടുന്ന് അവരെ പഠിപ്പിച്ചു. വിശുദ്ധ കുർബാന കൊടുക്കരുതാത്ത ഒരു അവസരത്തെപ്പറ്റി അവിടുന്ന് സംസാരിച്ചതായി ഞാൻ ഓർക്കുന്നു. ഒരുപക്ഷെ അന്ത്യലേപനത്തെ ആയിരിക്കാം അവിടുന്ന് ഉദ്ദേശിച്ചത്. എങ്കിലും ഇക്കാര്യത്തെ സംബന്ധിച്ച എൻ്റെ ഓർമ്മ വ്യക്തമല്ല. പലതരം അഭിഷേകങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നതിനെ കുറിച്ച് യേശു സംസാരിച്ചു. ദുഷ്ടരായിട്ടുള്ള രാജാക്കന്മാർ പോലും ഈ അഭിഷേകത്തിൽ നിന്ന് പ്രത്യേക സിദ്ധികൾ പ്രാപിക്കുന്നതായി അവിടുന്ന് പറഞ്ഞു. ഒഴിവായിരുന്ന പെട്ടിയിൽ ലേപനത്തൈലവും എണ്ണയും ചേർത്ത് അവിടുന്ന് ഒരു മിശ്രിതമുണ്ടാക്കി. എന്നാൽ എണ്ണ വെഞ്ചരിച്ചത് ഈ അവസരത്തിലോ അപ്പം കൂദാശ ചെയ്ത അവസരത്തിലോ എന്ന് എനിക്ക് തീർച്ചയില്ല. പത്രോസിനെയും യോഹന്നാനെയും ഈശോ അഭിഷേകം ചെയ്യുന്നത് ഞാൻ കണ്ടു. സ്വന്തം കൈകളിലൂടെ ഒഴുകിയ ജലം അവിടുന്ന് അവരുടെ കൈകളിൽ പകരുകയും കാസയിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കൊടുക്കുകയും ചെയ്ത കാര്യം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അവർ കരങ്ങൾ കൂപ്പി വിരലുകൾ വിലങ്ങനെ വെച്ച് കുമ്പിട്ട് നിൽക്കവേ യേശു അവരുടെ ചുമലുകളിലും തലയിലും കരങ്ങൾ വെച്ചു. അവർ മുട്ടുകുത്തി നിന്നിരുന്നുവോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഈശോ അവരുടെ പെരുവിരലുകളും ചൂണ്ടുവിരലുകളും വിശുദ്ധ തൈലം കൊണ്ട് പൂശുകയും അവരുടെ തലയിൽ കുരിശ് വരയ്ക്കുകയും ചെയ്തു. അവരോടുകൂടെ ലോകാവസാനം വരെ ഇത് നിലനിൽക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്യുകയും ചെയ്തു. ചെറിയ യാക്കോബ്, അന്ത്രയോസ്, വലിയ യാക്കോബ്, ബർത്തലോമിയോ എന്നിവരും അഭിഷേകം ചെയ്യപ്പെട്ടു. പത്രോസിന്റെ തോളിൽ കിടന്നിരുന്ന ഒരു തരം ഷാൾ ഈശോ അവന്റെ മാറിടത്തിൽ വിലങ്ങനെ ക്രമീകരിക്കുന്നതും ഞാൻ കണ്ടു. മറ്റുള്ളവരുടേതാകട്ടെ വലതു തോളിൽ നിന്ന് മാറിയിലൂടെ ഇടതുവശത്തേക്ക് കൊണ്ടുവരിക മാത്രമേ ചെയ്തുള്ളൂ. വിശുദ്ധ കുർബാനയുടെ സ്ഥാപന സമയത്തോ അതോ അഭിഷേക സമയത്തോ അവിടുന്ന് ഇപ്രകാരം ചെയ്തത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈശോ ഈ അഭിഷേകം വഴി പ്രകൃത്യാതീതവും സാരവത്വവുമായ എന്തോ ഒന്ന് അവരിലേക്ക് പകർന്നു എന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ അത് വിശദീകരിക്കുവാൻ ഞാൻ അപ്രാപ്തയാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അവർ അപ്പവും വീഞ്ഞും കൂദാശ ചെയ്യണമെന്നും മറ്റു സ്ലീഹന്മാരെ അഭിഷേകം ചെയ്യണമെന്നും അവിടുന്ന് അവരോട് പറഞ്ഞു. പെന്തക്കോസ്താ ദിവസം സ്ലീഹന്മാരുടെ മേലും പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം ശിഷ്യന്മാരിൽ പലരുടെ മേലും പത്രോസും യോഹന്നാനും കൈകൾ വച്ചതായി അപ്പോൾ എനിക്ക് വെളിപ്പെടുത്തപ്പെട്ടു. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം യോഹന്നാൻ ആരാധ്യമായ ഈ കൂദാശ ആദ്യമായി പരിശുദ്ധ കന്യകയ്ക്ക് നൽകി. ഈ സംഭവം സ്ലീഹന്മാർ ഒരു തിരുനാളായി ആഘോഷിച്ചു. ഈ തിരുനാൾ ഭൗമിക സഭയിൽ ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നില്ല. എന്നാൽ വിജയസഭ അത് ആഘോഷിക്കുന്നതായി ഞാൻ കാണുന്നു. പെന്തക്കോസ്താ കഴിഞ്ഞ് ഏതാനും ദിവസത്തേക്ക് പത്രോസും യോഹന്നാനും മാത്രമേ വിശുദ്ധ കുർബാന കൂദാശ ചെയ്യുന്നതായി ഞാൻ കണ്ടുള്ളൂ. പിന്നീട് മറ്റുള്ളവരും അത് കൂദാശ ചെയ്യാൻ തുടങ്ങി. ഈശോ ഒരു പിച്ചള പാത്രത്തിൽ തീയെടുത്ത് വെഞ്ചിരിച്ചു. അത് കെട്ടുപോകാതെ
പുരാതനമായ പെസഹ അടുപ്പിന്റെ ഒരു ഭാഗത്ത് വിശുദ്ധ കുർബാന വച്ചിരുന്ന സ്ഥലത്തിനടുത്തായി അവർ സൂക്ഷിച്ചു. ദിവ്യകർമ്മങ്ങൾക്കായി തീ എടുത്തിരുന്നത് എപ്പോഴും ഇതിൽ നിന്നായിരുന്നു. ഈ അവസരത്തിൽ ഈശോ ചെയ്തതെല്ലാം സ്വകാര്യമായിട്ടാണ് നിർവഹിച്ചത്. അവിടുന്ന് നൽകിയ നിർദ്ദേശങ്ങളും അപ്രകാരം തന്നെ. ഈ രഹസ്യ പ്രബോധനങ്ങളിൽ സാരവത്തായതെല്ലാം സഭ കാത്തു സൂക്ഷിക്കുകയും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ ആവശ്യാനുസരണം അവ വികസിപ്പിക്കുകയും സ്ഥലകാല സാഹചര്യങ്ങൾക്ക് അനുരൂപപ്പെടുത്തുകയും ചെയ്തു. പത്രോസും യോഹന്നാനും മെത്രാന്മാരായി അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നോ, അതോ പത്രോസ് മാത്രം മെത്രാനായും യോഹന്നാൻ പുരോഹിതനായും അഭിഷേകം ചെയ്യപ്പെടുകയാണോ ഉണ്ടായതെന്ന് എനിക്ക് വ്യക്തമാക്കപ്പെട്ടില്ല. മറ്റ് സ്ലീഹന്മാർ ഏത് പദവിയിലേക്ക് ഉയർത്തപ്പെട്ടുവെന്ന് പറയുവാനും എനിക്ക് കഴിയുകയില്ല. എന്നാൽ കർത്താവ് അവരുടെ ഷാളുകൾ ക്രമീകരിച്ചതിലുള്ള വൈവിധ്യം അഭിഷേകങ്ങളുടെ വിവിധ തലങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. ഈ തിരുക്കർമ്മങ്ങളെല്ലാം അവസാനിച്ചപ്പോൾ പത്രോസും യോഹന്നാനും കാസ വീണ്ടും മൂടി ആരാധ്യമായ വിശുദ്ധ കുർബാന മുറിയുടെ പിൻഭാഗത്തേക്ക് കൊണ്ടുപോയി. ഒരു തിരശീല കൊണ്ട് വേർതിരിക്കപ്പെട്ടിരുന്ന ആ ഭാഗം അപ്പോൾ മുതൽ വിശുദ്ധ സ്ഥലം ആയിരുന്നു. വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരുന്ന സ്ഥലം പെസഹ അടുപ്പിൽ നിന്ന് വളരെ ഉയരത്തിൽ ആയിരുന്നില്ല. സ്ലീഹന്മാരുടെ അസാന്നിധ്യത്തിൽ അത്താഴമുറിയും വിശുദ്ധ സ്ഥലവും കാത്തു സൂക്ഷിച്ചിരുന്നത് അരിമത്യക്കാരൻ ജോസഫും നിക്കോദമസും ആയിരുന്നു. ഈശോ ദീർഘനേരം അപ്പസ്തലന്മാരെ പഠിപ്പിക്കുകയും പലതവണ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇടയ്ക്കിടെ അവിടുന്ന് സ്വർഗീയ പിതാവിനോട് സംഭാഷണം നടത്തുന്നത് പോലെ കാണപ്പെട്ടു. അവിടുത്തെ ഉള്ളിൽ നിന്ന് സ്നേഹവും ആവേശവും കവിഞ്ഞൊഴുകി. സ്ലീഹന്മാരും വളരെ സന്തുഷ്ടരും ആവേശഭരിതരുമായിരുന്നു. അവർ അവിടുത്തോട് പല കാര്യങ്ങളും ചോദിച്ചു. എല്ലാറ്റിനും അവിടുന്ന് വ്യക്തമായ മറുപടി നൽകി. ഈ അവസാന പ്രബോധനങ്ങളുടെയും സംഭാഷണങ്ങളുടെയും വലിയൊരു ഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണേണ്ടതാണ്. മറ്റു സ്ലീഹന്മാർക്ക് പിന്നീട് വെളിപ്പെടുത്തേണ്ട പല കാര്യങ്ങളും ഈശോ പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞു. കേൾവിക്കാരുടെ ഗ്രഹണശക്തി അനുസരിച്ച് അവർ ഈ കാര്യങ്ങൾ ശിഷ്യന്മാർക്കും ഭക്തസ്ത്രീകൾക്കും പകർന്നു കൊടുക്കേണ്ടിയിരുന്നു. യോഹന്നാനോട് മാത്രമായി അവിടുന്ന് കുറച്ച് സമയം രഹസ്യ സംഭാഷണം നടത്തി. മറ്റുള്ളവരെക്കാൾ ദീർഘകാലം ജീവിക്കുമെന്ന് അവിടുന്ന് അവനോട് പറഞ്ഞു. 7 സഭകളെ കുറിച്ച് പറഞ്ഞു. ചില കിരീടങ്ങളെയും മാലഹമാരെയും സംഖ്യകളുടെ ഗൂഢാർത്ഥങ്ങളെയും പറ്റി അവിടുന്ന് സംസാരിച്ചു. ഈ സംഖ്യകൾ വ്യത്യസ്ത യുഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. യോഹന്നാനോടുള്ള ഈ രഹസ്യ സംഭാഷണം മറ്റു സ്ലീഹന്മാരിൽ അല്പം അസൂയ ഉണർത്തി. വഞ്ചകനായ യൂദാസിനെ പറ്റിയും ഈശോ സംസാരിച്ചു. അവൻ ഇപ്പോൾ അത് ചെയ്യുകയാണെന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ യൂദാസ് അപ്രകാരം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതായി ഞാൻ കണ്ടു. എപ്പോഴും വിശ്വസ്തനായിരിക്കുമെന്ന് പത്രോസ് ആവേശഭരിതനായി ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈശോ പറഞ്ഞു, ശിമിയോൻ ശിമിയോൻ, ഇതാ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ആഗ്രഹിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തിരിച്ചു വന്ന് നീ നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. താൻ പോകുന്നിടത്തേക്ക് തന്നെ അനുഗമിക്കുവാൻ അവർക്ക് കഴിയുകയില്ല എന്ന് വീണ്ടും യേശു അവരോട് പറഞ്ഞു. ഇത് കേട്ട് പത്രോസ് വിളിച്ചു പറഞ്ഞു, കർത്താവേ, നിന്നോടുകൂടി കാരാഗൃഹത്തിലേക്കും മരണത്തിലേക്കും വരാൻ ഞാൻ സന്നദ്ധനാണ്. വളരെ ക്ലേശകരമായ ദിനങ്ങളാണ് അവരുടെ മുമ്പിലുള്ളതെന്ന് വ്യക്തമാക്കിക്കൊണ്ടിരിക്കെ യേശു പറഞ്ഞു, പണസഞ്ചിയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ ഞാൻ നിങ്ങളെ പറഞ്ഞയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? അവർ പറഞ്ഞു, ഇല്ല. അവിടുന്ന് തുടർന്നു, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവർ അതെടുക്കട്ടെ, അതുപോലെ തന്നെ ഭാണ്ഡവും. വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ. എന്തെന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ ദുഷ്ടരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടത് എന്നിൽ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നവ പൂർത്തിയാകേണ്ടതാണ്. എന്നാൽ ഭൗതികമായ അർത്ഥത്തിൽ മാത്രമാണ് സ്ലീഹന്മാർ ഈ വാക്കുകൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് നീളം കുറഞ്ഞ് കട്ടിക്കൂടി വെട്ടുകത്തി പോലെ ഇരിക്കുന്ന 2 വാളുകൾ പത്രോസ് അവിടുത്തെ കാണിച്ചു. യേശു പറഞ്ഞു, അത് മതി, നമുക്ക് ഇവിടെ നിന്ന് പോകാം. കൃതജ്ഞതാസ്തോത്രം പാടിയ ശേഷം മേശ വശത്തേക്ക് മാറ്റി അവർ പൂമുഖത്തേക്ക് പോയി. യേശു തന്റെ അമ്മയെയും ക്ലയോഫസ്, മേരിയെയും മഗ്ദലേനയെയും അവിടെ കണ്ടു. ശത്രുക്കൾ അവിടുത്തെ പിടികൂടാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന വാർത്ത പരന്നിരുന്നത് കൊണ്ട് ഒലിവുമലയിലേക്ക്
പോകരുതെന്ന് അവർ അവിടത്തോട് കേണപേക്ഷിച്ചു. ചുരുങ്ങിയ വാക്കുകളിൽ അവരെ ആശ്വസിപ്പിച്ച ശേഷം യേശു മുന്നോട്ട് നീങ്ങി. അപ്പോൾ ഏകദേശം 9 മണിയായിരുന്നു. പത്രോസും യോഹന്നാനും അത്താഴമുറിയിലേക്ക് വന്ന് വഴിയെ താഴേക്കിറങ്ങി ഒലിവുമലയെ ലക്ഷ്യമാക്കി അവർ നടന്നു. പെസഹായും വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും മുകളിൽ കൊടുത്ത ക്രമത്തിൽ നടക്കുന്നതായിട്ടാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. എന്നാൽ അപ്പോഴെല്ലാം വിശദാംശങ്ങളിലേക്ക് അധികം ശ്രദ്ധിക്കാൻ കഴിയാത്ത വിധം ഞാൻ അത്രയും വികാരാധീനയും അസ്വസ്ഥയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവ കുറെ കൂടി വ്യക്തമായി ഞാൻ കാണുന്നു. ഹൃദയങ്ങളുടെ ആന്തരിക വ്യാപനം കാണുക, ദിവ്യരക്ഷകന്റെ സ്നേഹവും സ്ഥിരതയും ദർശിക്കുക, അവിടത്തേക്ക് സംഭവിക്കാനിരിക്കുന്നത് അറിയുക, ഇവ എത്ര ക്ലേശകരവും വേദനാജനകവുമാണെന്ന് വാക്കുകൾ കൊണ്ട് വിവരിക്കുക സാധ്യമല്ല. ഈ സാഹചര്യത്തിൽ വെറും ബാഹ്യമായ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുവാൻ ആർക്ക് കഴിയും? പെസഹ കുഞ്ഞാടിനെ ഭക്ഷിക്കുന്ന കർമ്മം യേശു നിർവഹിച്ചത് ദ്രുതഗതിയിലും പൂർണ്ണമായും നിയമം അനുശാസിക്കുന്ന വിധത്തിലുമായിരുന്നു. എന്നാൽ നിസ്സാരവും ശരിയായ വിശ്വാസത്തിലേക്ക് യോജിക്കാത്തതുമായ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്ന പതിവ് ഫരിസയർക്കുണ്ടായിരുന്നു. ഹൃദയം സ്നേഹം കൊണ്ടും നന്ദി കൊണ്ടും കവിഞ്ഞൊഴുകുകയാണ്. മനുഷ്യന്റെ ആധ്യാത്മിക അന്ധത മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അതേസമയം ലോകത്തിന്റെ മുഴുവൻ നന്ദികേടിനെ കുറിച്ചും സ്വന്തം പാപങ്ങളെ കുറിച്ചുമുള്ള ചിന്ത എന്റെ ആത്മാവിനെ ദുഃഖപൂരിതമാക്കുന്നു.